ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ എള്ളുണ്ട ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. കണ്ടപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എള്ളുണ്ടയെന്ന് പറയുമ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന എള്ളുണ്ടയല്ല. ആ എള്ളുണ്ട കഴിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അത് കൂടുതൽ പേർക്കും ഇഷ്ടമല്ലായിരിക്കും അല്ലേ. ആ എള്ളുണ്ടയെന്ന് പറഞ്ഞാൽ മറ്റേ എറിയുമ്പോൾ ഏറ് കൊള്ളുന്നോ വീഴുമെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ, കടിച്ചു പൊട്ടിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അവർ ഈ കടക്കാരുണ്ടാക്കുന്ന മറ്റേ കുറച്ച് ദിവസം കേടാവാതിരിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ശർക്കര പാവ് കാച്ചി അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ കരിപ്പെട്ടി കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കരിപ്പെട്ടി എള്ളു എന്ന് പറയുമ്പോൾ ശരീരത്തിന് നല്ല ഗുണമുള്ളതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവില്ലേ. അപ്പം രക്തമില്ലാത്തവർക്ക് രക്തം ഉണ്ടാവാനും ക്ഷീണം മാറാനും ഒക്കെ നല്ലതാണ് കരിപ്പെട്ടി. എള്ളാണെങ്കിലും രണ്ടും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഉരലിലിട്ട് ഇടിച്ചാണ് ഇന്ന് നമ്മുടെ എള്ളുണ്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ കാണാത്തവർ, ഈ ഉരലും ഒക്കെ കാണാത്തവരായിരിക്കുമല്ലോ ഇപ്പോൾ കൂടുതലും. അപ്പം ഉരലിലിട്ട് എങ്ങനെ എള്ളുണ്ട ഉണ്ടാക്കുന്നതെന്ന് നമുക്കത് കണ്ടാലോ. സിമ്പിളാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം കൈക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മാത്രം. എന്നാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമ്മളിവിടെ 1 കിലോ എള്ള എടുത്തിട്ടുണ്ട്. നല്ല നാടൻ എള്ള എടുത്തിരിക്കുന്നത് കേട്ടോ. അയ്യത്ത് കൃഷി ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് അമ്മ. അപ്പോൾ 1 കിലോ എള്ളിന് ഏകദേശം ഒരു 3/4 കിലോ കരിപ്പെട്ടി എടുത്തിട്ടുണ്ട്. 3/4 കിലോയ്ക്ക് അടുത്ത്, 3/4 കിലോ ഫുൾ എടുത്തിട്ടില്ല. ഒത്തിരി മധുരം ചേർത്തിട്ടില്ല, കുറച്ച് മധുരം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒത്തിരി മധുരം വേണ്ടാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മധുരം ചേർത്തിട്ടുള്ളൂ. ഒരു 3 തവണയായിട്ടാണ് ഉരുളിയിട്ട് ഇടിച്ചത്. ആൾക്കാരെല്ലാം മാറി 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 ഇടിക്കാനുണ്ട്. കാരണം ഇത് കൈക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിപാടിയാണ്. കൈക്ക് സത്യം പറഞ്ഞ ഒരു എക്സസൈസും കൂടെ കേട്ടോ. കൈയുടെയൊക്കെ വണ്ണമൊക്കെ കുറയാൻ ആദ്യമേ സംഭവമൊക്കെ കണ്ടുപിടിച്ചായിരുന്നെങ്കിൽ എൻ്റെ കൈവണ്ണമൊക്കെ കുറച്ച് കുറഞ്ഞേനെ എന്നൊക്കെ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. അമ്മയുടെ നോട്ടമൊക്കെ കണ്ടു. ശ്രീകുട്ടി ഇതെന്തോ കാണിക്കുക എന്നും പറഞ്ഞ അമ്മ നോക്കുന്നത്. ഞാനൊക്കെയാണെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാമെന്നുള്ള നിൽപ്പൊക്കെയാണ് അമ്മ കേട്ടോ. എന്നുവെച്ചാൽ അമ്മയൊക്കെ പണ്ട് മുളകും മല്ലിയൊക്കെ ചൂടാക്കി ഇതിലിട്ട് ഇടിക്കുമായിരുന്നു. അന്നൊക്കെ മിക്സി ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അമ്മ പറയുമായിരുന്നു, പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെ അമ്മയുടെ പണ്ടത്തെ ഉരലിലിടിച്ച കഥകൾ കേട്ടാണ് ഞാൻ ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനല്ല ശ്രീകുട്ടി, ഇത് താഴെ പോയരുത്, ഇത് ശരിക്കിടിക്കണം എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. എന്നിട്ട് അമ്മ അങ്ങോട്ട് ഇടിക്കാൻ മൈക്ക് ലൂക്കിൻ്റെ കയ്യിലോട്ട് മാറിയെന്ന് പറഞ്ഞാൽ ഒലക്ക അമ്മയുടെ കയ്യിലോട്ട് ഞാൻ കൈ മാറി. കണ്ടോ അമ്മ ഇടിക്കുന്ന സ്റ്റൈലൊക്കെ കണ്ടോ. എന്നിട്ട് എന്നെ കാണിച്ചു തരും, ഇങ്ങനെ ഇടിക്കട്ടെ. പക്ഷേ അമ്മയുടെ ഈ ഇടിയുടെ ഒരു റിസൾട്ട് പിറ്റേ ദിവസം അറിഞ്ഞു. കാരണം അമ്മയ്ക്ക് ചെറിയൊരു കൈക്ക് വേദന ഉണ്ടായിരുന്നു. അടുത്ത് ഇടിക്കാനുള്ള ആൾ വന്നിട്ടുണ്ട്. ഇത് പഞ്ചാച്ചനാണ്. പഞ്ചാച്ചൻ എന്ന് പറയുമ്പം എൻ്റെ അമ്മയുടെ അച്ഛനാണ്. അപ്പം കൊച്ചുമക്കളിൽ ഏറ്റവും മൂത്ത ഞാനാണ്. അപ്പോൾ ഞാനൊരു തുടക്കമായിട്ടൊരു വിളിയിട്ട് പഞ്ചാച്ചെന്ന്. അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ കുറേ കഥയുണ്ട് കേട്ടോ, ആ വിളി എങ്ങനെ വന്നെന്ന്. അപ്പോൾ അതൊക്കെ പിന്നെ പറയാം. അപ്പോൾ ആ വിളി കേട്ടുള്ള ബാക്കി കൊച്ചുമക്കളെല്ലാം പഞ്ചാച്ച 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 എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ഒന്ന് മയങ്ങി വന്നപ്പോഴത്തേക്കിനും നമുക്ക് കരിപ്പെട്ടി ചേർക്കാം. ഇപ്പോൾ വീഡിയോയ്ക്കകത്ത് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോവാം കേട്ടോ. പക്ഷേ സമയം കുറേ എടുത്താണ് നമ്മൾ ആ ആ പരുവത്തിലാക്കി എടുത്തത്. കാരണം നമ്മൾ പറയുന്ന പോലൊന്നുമല്ല. നമ്മൾ മിക്സിക്കകത്തൊക്കെ ആണെങ്കിൽ മിക്സിക്കകത്തൊക്കെ ഇട്ട് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒരു കറക്ക് കറക്കിയാൽ സംഭവം റെഡിയാക്കി കിട്ടും. പക്ഷേ ഈ ഉരലിനകത്തൊന്നും അതൊന്നും പറ്റത്തില്ല. എൻ്റെ മക്കളെ ഇതൊക്കെ ചെയ്ത് നോക്കണം, എന്നാലേ അറിയത്തുള്ളൂ. സത്യമായിട്ടും ഇത് ഭയങ്കര താമസമായിരുന്നു. ഞങ്ങൾ ഇത്രയും പേര് ഉള്ളതുകൊണ്ട് അത്രയും കൈക്ക് സ്ട്രെസ് അറിഞ്ഞില്ലെന്നുള്ളതാണ്. ഓരോരുത്തരിങ്ങനെ മാറി 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 ഇടിച്ചതുകൊണ്ട് അത്ര വന്നില്ല. അപ്പം പിള്ളേർ സെറ്റൊക്കെ വന്നിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അവർക്കിത് എന്ത് സംഭവം എന്ന് പോലും അറിയത്തില്ല. എൻ്റെ ദേവനാണെങ്കിൽ ഇത് കഴിക്കുന്ന സാധനമാണെന്ന് പോലും അറിയത്തില്ല. മറ്റേ അവിടെ പിള്ളേരാണെങ്കിൽ മാമൻ്റെ മക്കളാണ്. പിന്നെ അവിടെ ഈ സംഭവം ഉള്ളത് ഒലയ്ക്ക് അവിടെ ആണല്ലോ ഉള്ളത്, മണ്ണാർശാല. അപ്പോൾ അവരിത് കണ്ടിട്ടുണ്ട് സംഭവം. ദേവനാണെങ്കിൽ ഇത് കണ്ടിട്ടില്ല. ഇത് എന്തുവാ ഏതാ ഇത് എന്താ ചെയ്യുമോ ഒന്നും അറിയത്തില്ല. പിന്നെ അവനെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു, മോനെ ഇതിങ്ങനെയുള്ള ഒരു സാധനമാണ്. അപ്പോൾ പിന്നെ അമ്മച്ചിയമ്മയുടെ കഥകളാണ്. പണ്ട് നെല്ല് കുത്തിയ കഥയും ഇതിനകത്തിട്ട് നെല്ല് പുഴുങ്ങി കുത്തുമെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. എല്ലാ കഥയൊക്കെ ഞാൻ കേട്ട് കഥകളായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ ഇങ്ങനെ 100 കഥകളാണല്ലോ പറയാൻ. നമുക്ക് കേട്ടുകൊണ്ടിരിക്കാനേ രസമാണ്. പണ്ട് അവരൊക്കെ എന്തിനു വേണ്ടി കഷ്ടപ്പെട്ടെന്ന് ഞാൻ ഓർക്കും. ഇപ്പം നമുക്ക് മിക്സി, ഗ്രൈൻഡർ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അങ്ങനെ പറഞ്ഞ് ഞങ്ങളുടെ എള്ളുണ്ട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കാർത്തിക ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ എള്ളുണ്ട, നാടൻ എള്ളുണ്ട.